പുരാതന കാലത്ത് ഇന്ത്യയിലും ചൈനയിലുമായി വിശാലമായ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന മഹാശക്തനായ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഷെഹരിയാർ എന്നായിരുന്നു. രാജ്യകാര്യങ്ങളിൽ നീതിമാനായിരുന്ന അദ്ദേഹം തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് ഷാസ്മാൻ എന്ന പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. ഇളയ സഹോദരൻ സമർഖണ്ഡ് നഗരം ഭരിക്കുകയായിരുന്നു. സഹോദരന്മാർ തമ്മിൽ വളരെ സ്നേഹവും ആദരവും ഉണ്ടായിരുന്നുവെങ്കിലും പല വർഷങ്ങളായി അവർ പരസ്പരം കണ്ടിരുന്നില്ല. ഒരു ദിവസം ഷെഹരിയാർ രാജാവിന് തൻ്റെ സഹോദരനെ കാണാനുള്ള ആഗ്രഹം തോന്നി. അദ്ദേഹം തൻ്റെ വിശ്വസ്ത പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ സഹോദരനെ കാണണം. അദ്ദേഹത്തെ ക്ഷണിച്ചു വരാൻ നീ സമർഖണ്ഡിലേക്ക് യാത്ര ചെയ്യണം. പ്രധാനമന്ത്രി രാജകൽപ്പന സ്വീകരിച്ച് സമർഖണ്ഡിലേക്ക് പുറപ്പെട്ടു. ഷാസ്മാൻ രാജാവ് സഹോദരൻ്റെ സന്ദേശം കേട്ട് അതിയായി സന്തോഷിച്ചു. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു. ഒരുപാട് സമ്മാനങ്ങൾ ശേഖരിച്ചു. തൻ്റെ സൈന്യത്തെയും പരിചാരകരെയും തിരഞ്ഞെടുത്തു. എല്ലാം ഒരുക്കിയതിനു ശേഷം അദ്ദേഹം തൻ്റെ നഗരത്തിൽ നിന്ന് സ്വന്തം രാജ്ഞിയോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. എന്നാൽ നഗരത്തിൽ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ താൻ കൊട്ടാരത്തിൽ മറന്നുവെച്ച ഒരു വിലപിടിപ്പുള്ള രത്നം അദ്ദേഹം ഓർത്തുപോയി. ആ രത്നം സഹോദരന് സമ്മാനമായി നൽകാനുള്ളതായിരുന്നു. അത് കൊണ്ടുവരാൻ അദ്ദേഹം തിരികെ പോകണമെന്ന് തീരുമാനിച്ചു. തൻ്റെ സൈന്യത്തോട് ഒരിടത്ത് താമസിക്കാൻ നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് രാത്രിയിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അർദ്ധരാത്രിയിൽ കൊട്ടാരത്തിലെത്തിയ രാജാവ് രാജ്ഞിയെ അറിയിക്കാതെ തന്നെ അകത്തേക്ക് പ്രവേശിച്ചു. അപ്രതീക്ഷിതമായ തൻ്റെ വരവിൽ രാജ്ഞി അതിയായി സന്തോഷിക്കും എന്ന് പ്രതീക്ഷിച്ചു ചെന്ന രാജാവ് അവിടെ തൻ്റെ രാജ്ഞി തൻ്റെ തന്നെ അടിമയോടൊപ്പം വിശ്വാസവഞ്ചന ചെയ്യുന്നതാണ് കാണേണ്ടി വന്നത്. അസഹനീയമായ വേദനയിൽ രാജാവ് തൻ്റെ വാളൂരി രാജ്ഞിയെയും അവളുടെ കൂട്ടുകാരനെയും അവിടെ തന്നെ വധിച്ചു. ദുഃഖവും കോപവും നിറഞ്ഞ ഹൃദയത്തോടെ ഷാസ്മാൻ രാജാവ് തിരികെ തൻ്റെ സൈന്യത്തിലേക്ക് മടങ്ങിയെത്തി. യാത്ര തുടർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സന്തോഷമോ സമാധാനമോ ഇല്ലായിരുന്നു. ഭാര്യയുടെ വഞ്ചന അദ്ദേഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചിരുന്നു. മുഖത്ത് ദുഃഖത്തിൻ്റെ നിഴൽ വീണു. ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും കഴിയാതെ അദ്ദേഹം ഉഴറി. അദ്ദേഹം ഷെഹരിയാർ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിടെ വലിയ സ്വാഗത സൽക്കാരങ്ങൾ നടന്നു. എന്നാൽ ഷെഹരിയാർ തൻ്റെ സഹോദരൻ്റെ മുഖത്തെ വിഷാദം കണ്ട് ആശങ്കപ്പെട്ടു. സഹോദര, നിങ്ങൾ എന്തിനാണ് ഇത്ര ദുഃഖിതനായിരിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു. എന്നാൽ ഷാസ്മാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. തൻ്റെ വേദന പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഷെഹരിയാർ വേട്ടയാടാൻ പോയി. പോകാൻ നേരം സഹോദരനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചെങ്കിലും ഷാസ്മാൻ പോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഷാസ്മാനെ കൊട്ടാരത്തിൽ വിട്ടിട്ടാണ് പോയത്. ഷാസ്മാൻ രാത്രിയായപ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു ജനാലയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ താഴെയുള്ള പൂന്തോട്ടത്തിൽ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. സഹോദരൻ്റെ രാജ്ഞി പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അവരുടെ പരിചാരകരും കൂടെയുണ്ട്. അവിടെ വച്ച് അവരെല്ലാം കുറ്റകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അദ്ദേഹം കണ്ടു. ഷാസ്മാൻ ഞെട്ടിപ്പോയി. എന്നാൽ ഒരു വിധത്തിൽ അദ്ദേഹത്തിന് ആശ്വാസവും തോന്നി. താൻ മാത്രമല്ല, തൻ്റെ സഹോദരനും ഇതേ വിധിയുടെ ഇരയാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വേദന കുറച്ച് ലഘൂകരിക്കപ്പെട്ടു. ഷെഹരിയാർ രാജാവ് നായാട്ട് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ തൻ്റെ സഹോദരൻ താൻ വിട്ടുപോയതിലും പ്രസന്നവദനാണെന്ന് മനസ്സിലായി. സഹോദര, നിങ്ങൾ മെച്ചപ്പെട്ടതായി തോന്നുന്നു. എന്താണ് സംഭവിച്ചത്? ഷാസ്മാൻ ആദ്യം ഒന്ന് മടിച്ചു. ഒടുവിൽ തൻ്റെ കഥയെല്ലാം പറഞ്ഞു. സ്വന്തം രാജ്ഞിയുടെ വഞ്ചനയും ഇവിടെ വന്നതിന് ശേഷം സഹോദരൻ്റെ രാജ്ഞിയെക്കുറിച്ച് താൻ കണ്ട കാഴ്ചയും വിവരിച്ചു. ഷെഹരിയാർ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ സഹോദരൻ നേരിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടു. രാജാവും അസഹനീയമായ വേദനയും കോപവും അനുഭവിച്ചു. രാജ്ഞിയെയും അവരുടെ പരിചാരകരെയും വധിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൂർണ്ണമായും ഇരുളടഞ്ഞുപോയി. സ്ത്രീകളോട് അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു. എല്ലാ സ്ത്രീകളും വഞ്ചകരാണ്, വിശ്വസിക്കാൻ പറ്റാത്തവരാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്നു മുതൽ ഷെഹരിയാർ രാജാവ് ഒരു വലിയ തീരുമാനമെടുത്തു. എല്ലാ ദിവസവും അദ്ദേഹം ഒരു പുതിയ യുവതിയെ വിവാഹം കഴിക്കും. രാത്രി അവളോടൊപ്പം ചിലവഴിച്ചതിന് ശേഷം അടുത്ത ദിവസം പുലർച്ചെ അവളെ വധിക്കും. അങ്ങനെ ഒരു സ്ത്രീക്കും അയാളെ വഞ്ചിക്കാൻ അവസരം കിട്ടില്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. ഈ ക്രൂരത മൂലം രാജ്യത്തെ ജനങ്ങൾ ഭയന്നു വിറച്ചു. എല്ലാ കുടുംബങ്ങളും തങ്ങളുടെ പെൺമക്കളെ ഒളിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷം കടന്നുപോയി. നിരവധി നിരപരാധികളായ സ്ത്രീകൾ രാജാവിൻ്റെ ക്രോധത്തിന് ഇരയായി. രാജ്യം ദുഃഖത്തിലും ഭയത്തിലും മുങ്ങി. ജനങ്ങൾ രാജാവിനെതിരെ പ്രാർത്ഥിച്ചു, ശപിച്ചു. എന്നാൽ ആരും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രതിഷേധിക്കാൻ ധൈര്യപ്പെട്ടില്ല. ഈ കാലഘട്ടത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. മൂത്തവൾ ഷെഹറസേദും രണ്ടാമത്തവൾ ദുനിയാസേദും.
ഷെഹ്റസേദ് അതിസുന്ദരിയായിരുന്നു. അതിലുപരി അവൾക്ക് അത്യന്ത ബുദ്ധിശക്തിയും വിജ്ഞാനവും ഉണ്ടായിരുന്നു. അവൾ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. കവിതകളും കഥകളും അറിയാമായിരുന്നു. ഒരു ദിവസം ഷെഹ്റസേദ് തൻ്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈ രാജ്യത്തെ സ്ത്രീകളുടെ നിരന്തരമായ മരണം എനിക്ക് സഹിക്കാനാവുന്നില്ല. ദയവായി എന്നെ രാജാവുമായി വിവാഹം ചെയ്യിക്കൂ. എനിക്ക് ഇത് നിർത്തലാക്കാൻ ഒരു പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രി ഞെട്ടിപ്പോയി. മകളെ, നിനക്ക് ഭ്രാന്താണോ? രാജാവിനെ വിവാഹം ചെയ്യുന്നത് നിശ്ചിതമായ മരണമാണ്. നിനക്ക് എന്തു പറ്റി? എന്നാൽ അവൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പിതാവേ, എനിക്ക് ഒരു പദ്ധതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നുകിൽ ഞാൻ രാജ്യത്തെ സ്ത്രീകളെ രക്ഷിക്കും, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെപ്പോലെ മരിക്കും. എന്തായാലും ഇത് ശരിയായ കാര്യമാണ്. പ്രധാനമന്ത്രി കരഞ്ഞു, അപേക്ഷിച്ചു, മകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം നിരവധി കഥകളും ഉദാഹരണങ്ങളും പറഞ്ഞു. അനുസരണയില്ലായ്മയുടെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഷെഹ്റസേദിൻ്റെ നിശ്ചയദാർഢ്യം ഒട്ടും കുറഞ്ഞില്ല. ഒടുവിൽ വലിയ മനസ്സില്ലാ മനസ്സോടെ പ്രധാനമന്ത്രി മകളുടെ ആഗ്രഹം രാജാവിനെ അറിയിച്ചു. ഷെഹരിയാർ അല്പം ആശ്ചര്യപ്പെട്ടു, എന്നാൽ സമ്മതിച്ചു. അന്നു തന്നെ വിവാഹം നടന്നു. വിവാഹത്തിന് മുൻപ് ഷെഹ്റസേദ് തൻ്റെ ഇളയ സഹോദരി ദുനിയാസാദിനോട് പറഞ്ഞു, സഹോദരി, ഇന്ന് രാത്രി ഞാൻ രാജാവിനൊപ്പം ആയിരിക്കുമ്പോൾ നീ വന്ന് എന്നോട് ഒരു കഥ പറയാൻ അപേക്ഷിക്കണം. ഞാൻ നിനക്ക് അത്ഭുതകരമായ കഥകൾ പറഞ്ഞു തരാം. അത് രാജാവ് കേൾക്കട്ടെ. ദുനിയാസാദ് സമ്മതിച്ചു. രാത്രിയായപ്പോൾ പദ്ധതി പ്രകാരം എല്ലാം നടന്നു. ദുനിയാസാദ് വന്ന് സഹോദരിയോട് അപേക്ഷിച്ചു, ഇത്രയും സമയമായി നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ദയവായി എനിക്ക് ഒരു കഥ പറഞ്ഞു തരൂ. രാത്രി കടന്നു പോകട്ടെ. ഷെഹ്റസേദ് രാജാവിനോട് അനുവാദം ചോദിച്ചു. രാജാവേ, എൻ്റെ സഹോദരിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ അനുവാദം തരുമോ? രാജാവ് സമ്മതിച്ചു. ഷെഹ്റസേദ് അത്യധികം ആകർഷകവും രസകരവുമായ കഥ പറയാൻ തുടങ്ങി. അവളുടെ ശബ്ദം മധുരവും വാക്കുകൾ മനോഹരവും കഥ അത്ഭുതകരവുമായിരുന്നു. രാജാവ് ആ കഥയിൽ മുഴുകി. എന്നാൽ കഥ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലെത്തിയപ്പോൾ ഷെഹ്റസേദ് നിർത്തി. പുലരിയായിരുന്നു. രാത്രിയിലേ ഇനി കഥ തുടരാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ രാജാവ് ഷെഹ്റസേദിൻ്റെ ജീവൻ ഒരു ദിവസം കൂടി നീട്ടിക്കൊടുത്തു. അടുത്ത രാത്രി അവൾ ആദ്യ കഥ പൂർത്തിയാക്കി. ഉടൻ തന്നെ മറ്റൊരു കഥ ആരംഭിച്ചു. ആ കഥയും പകുതിയിൽ നിർത്തി. രാജാവിന് വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 1 രാത്രി, 2 രാത്രി, 10 രാത്രി, 100 രാത്രി കടന്നുപോയി. ഓരോ രാത്രിയും ഷെഹ്റസേദ് അത്ഭുതകരമായ കഥകൾ പറഞ്ഞു. സാഹസികതയുടെയും പ്രണയത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മാന്ത്രികതയുടെയും കഥകൾ. ഓരോ കഥയും ആവേശകരമായ ഭാഗത്ത് നിർത്തി രാജാവിനെ കൂടുതൽ കേൾക്കാൻ ആകാംക്ഷാകുലനാക്കി. സാവധാനം രാജാവിൻ്റെ ഹൃദയത്തിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ഷെഹ്റസേദിൻ്റെ ബുദ്ധിയും സൗന്ദര്യവും അദ്ദേഹത്തെ ആകർഷിച്ചു. അവളുടെ കഥകൾ അദ്ദേഹത്തിൻ്റെ ഇരുളടഞ്ഞ ഹൃദയത്തിൽ വെളിച്ചം പകരാൻ ആരംഭിച്ചു. അവളോടുള്ള ബഹുമാനം വർദ്ധിച്ചു, സ്നേഹം വളർന്നു. ഇടയ്ക്കിടെ ഷെഹ്റസേദ് രാജാവിനെ ജീവിതത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദയയെക്കുറിച്ചും പഠിപ്പിക്കുന്ന കഥകൾ പറയും. ക്രൂരതയുടെ അനന്തരഫലങ്ങളെക്കുറിച്ച്, ക്ഷമയുടെ മഹത്വത്തെക്കുറിച്ചും അവൾ സൂചിപ്പിക്കും. പക്ഷെ നേരിട്ടൊന്നും പറയില്ല. രാജാവ് സ്വയം ചിന്തിക്കാൻ തുടങ്ങി. 400 രാത്രി, 500 രാത്രി, 1000 രാത്രി കടന്നുപോയി. ഈ കാലയളവിൽ ഷെഹ്റസേദിന് 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. അവരെ കണ്ടപ്പോൾ രാജാവിൻ്റെ ഹൃദയം കൂടുതൽ മയപ്പെട്ടു. പിതൃത്വത്തിൻ്റെ സ്നേഹം അനുഭവപ്പെട്ടു. 1001-ാം രാത്രി അതിമനോഹരമായ ഒരു കഥയോടെ കടന്നുപോയി. പുലരിയായപ്പോൾ ഷെഹ്റസേദ് രാജാവിൻ്റെ കാൽക്കൽ വീണു. അവൾ പറഞ്ഞു, രാജാവേ, ഞാൻ നിങ്ങളോട് 1001 രാത്രികളിലായി അസംഖ്യം കഥകൾ പറഞ്ഞു തന്നു. ഇപ്പോൾ എനിക്ക് കൂടുതൽ കഥകളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വധിക്കാവുന്നതാണ്. രാജാവ് അവളെ കണ്ണീരോടെ നോക്കി. അദ്ദേഹം പറഞ്ഞു, വളരെ നാളുകൾക്ക് മുൻപേ എൻ്റെ തീരുമാനം മാറിക്കഴിഞ്ഞു. നീ എൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെ ആത്മാവിനെ തന്നെ രക്ഷിച്ചു. നിന്റെ ജ്ഞാനവും സദ്ഗുണവും എന്നെ പഠിപ്പിച്ചു. എൻ്റെ ക്രൂരത എന്തായിരുന്നു എന്നു ഞാൻ മനസ്സിലാക്കി. നിരപരാധികളായ എത്രയെത്ര സ്ത്രീകളെ ഞാൻ കൊന്നു. ഈ പാപത്തിന് ഞാൻ എന്തു പ്രായശ്ചിത്തം ചെയ്താലും മതിയാവില്ല. ഇനി മുതൽ ഞാൻ നീതിമാനായ ഭരണാധികാരിയായിരിക്കും. നീ എൻ്റെ രാജ്ഞിയാണ്. എന്നേക്കും എൻ്റെ കൂടെ തന്നെ നീ ഉണ്ടാകും. രാജ്യമാകെ ആഹ്ലാദത്തിൽ മുങ്ങി. ഷെഹ്റസേദിൻ്റെ ധീരതയും ബുദ്ധിശക്തിയും രാജ്യത്തെ ഭയങ്കരമായ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഷെഹരിയാർ വീണ്ടും ദയാലുവും നീതിമാനുമായ ഭരണാധികാരിയായി. ഷെഹ്റസേദും ദുനിയാസാദും കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. പ്രധാനമന്ത്രി തൻ്റെ മകളുടെ ധൈര്യത്തിൽ അഭിമാനിച്ചു.
ഷെഹ്റസീദ് പറഞ്ഞ എല്ലാ കഥകളും ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി. അവ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ലോകമെമ്പാടും ആളുകൾ ആ കഥകൾ വായിച്ചു, കേട്ടു, അഭിനന്ദിച്ചു. സാഹസികരായ നാവികരുടെയും ജ്ഞാനികളായ വസീറുകളുടെയും മാന്ത്രിക ജിന്നുകളുടെയും സുന്ദരികളായ രാജകുമാരികളുടെയും കഥകൾ. അതാണ് 1001 രാവുകളുടെ മഹത്തായ കഥാസമാഹാരത്തിൻ്റെ ആരംഭം. ഓരോ കഥയും അതിൻ്റേതായ ജ്ഞാനവും സന്ദേശവും വഹിക്കുന്നു. ചിലത് സാഹസികതയെക്കുറിച്ചാണ്, ചിലത് പ്രണയത്തെക്കുറിച്ച്, മറ്റ് ചിലത് നീതിയെക്കുറിച്ച്. എല്ലാ കഥകളും ഒരുമിച്ച് മനുഷ്യജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ ചിത്രം നൽകുന്നു. കഥകൾ വെറും വിനോദത്തിനുള്ളതല്ല, അവ ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ്, തലമുറകളുടെ ജ്ഞാനമാണ്, മനുഷ്യഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. ഷെഹ്റസീദിൻ്റെ കഥകളുടെ മാന്ത്രിക ലോകത്തേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്.